ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ പുതിയൊരു ലെസൺ ആണ്. ലെസന്റെ പേര് സാർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, റേഷ്യോ എന്നാണ്. 7th ചാപ്റ്റർ ആണ് 8th സ്റ്റാൻഡേർഡിലെ. മലയാളത്തിൽ അംശബന്ധം എന്നൊക്കെ പറയും. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 7th സ്റ്റാൻഡേർഡിൽ എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഇത് തന്നെയാണ്, റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം തന്നെയാണ്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഒരു ബന്ധം, ഒരു റിലേഷൻ തന്നെയാണ് അല്ലെ? നിങ്ങളുടെ ഏരിയ ലൈഫിലേക്ക് നിങ്ങൾ ഒന്ന് നോക്ക്, എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടടാ. അപ്പൊ നമുക്ക് എടുക്കാം, നമ്മുടെ വീട്ടില് അടുക്കളയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടതായിക്കോട്ടെ ഫുഡ് ഐറ്റം, ഏത്? ഇഡ്ഡലി. ഇഡലി എന്ന് പറയുന്ന ഐറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചേർക്കാറുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചേർക്കാറുണ്ട് അല്ലെ? റൈസ് ഉണ്ട്, ഉരന്താനുണ്ട്, അതുപോലെ തന്നെ എന്ത് സാൾട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് റൈസ് ആൻഡ് ഉരന്താൽ. പച്ചരിയും വേണം, അതുപോലെ എന്തും വേണം, ഉഴുതുപരിപ്പും വേണം അല്ലെ? അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇഡലി തയ്യാറാക്കണമെങ്കിൽ അതിലേക്ക് എന്ത് വേണ്ടി വരും? കറക്റ്റ് പാകത്തിനുള്ള എന്ത് വേണ്ടി വരും? പച്ചരിയും പാകത്തിനുള്ള എന്തും വേണ്ടി വരും? ഉഴുതുപരിപ്പും വേണ്ടി വരും. പാകം മീൻസ് നമ്മുടെ മാത്സിലേക്ക് വരുമ്പോൾ അംശബന്ധം, റേഷ്യോ കറക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു 500 ഗ്രാം എന്തെടുക്കുമ്പോ 500 ഗ്രാം ഉഴുതുപരിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 കിലോ എന്തെടുക്കണം? 1 കിലോ ഒരു പച്ചരി എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ 500 ഗ്രാം ഈസ്റ്റു 1 കിലോഗ്രാം എന്ന് എഴുതാറുണ്ട് നമ്മൾ അല്ലെ? ഫോർ എക്സാമ്പിൾ എന്താണ്? 1/2:1 അല്ലെ? 500 ഗ്രാം എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു 1/2 കിലോ എന്ന് പറഞ്ഞാൽ സെയിം അല്ലെ? അങ്ങനെയാണ് നമ്മൾ 1/2 കിലോ ഈസ്റ്റു അല്ലെ? 1/2 kg ഈസ്റ്റു 1 കിലോഗ്രാം എഴുതിക്കൂടെ? അല്ലെങ്കിൽ 500 ഗ്രാം ഈസ്റ്റു 1000 ഗ്രാം എന്ന് നമുക്ക് എഴുതിക്കൂടെ? അതായത് 500 ഈസ്റ്റു 1000. അതെന്താണടാ? ഒരു റേഷ്യോ, ഒരു അംശബന്ധം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കാറുണ്ട് അല്ലെ? വീട് പണി, ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വർക്കിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സിമെന്റ്, പൂയി, മെറ്റലൊക്കെ നമുക്കറിയുന്ന കാര്യം. അപ്പൊ ഇത്ര ചട്ടി പൂയി ഇടുന്ന സമയത്ത് ഇത്ര ചട്ടി സിമെന്റ് ഇടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ടുള്ള രീതിയിലാണ് അത് കറക്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത്. കറക്റ്റ് അംശബന്ധത്തിൽ കറക്റ്റ് റേഷ്യോയിൽ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ മെറ്റൽ, അതായത് ആ കൺസ്ട്രക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് അടിപൊളിയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? പല പ്രശ്നങ്ങളുണ്ടാവും, വിള്ളലുകൾ വരും, ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, ബോഡിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വാട്ടർ ആണ്, ജലമാണ് വേണ്ടത് നമുക്ക് അല്ലെ? അപ്പൊ ചിലരൊന്നും ബോഡി എന്ന് പറയുമ്പോൾ ബയോളജി അല്ലേ, ഞാൻ പറഞ്ഞ H2O വെള്ളമാണ് നമ്മുടെ ബോഡിയിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫോമിൽ എന്താണ്? രാസനാമം എന്താണ്? H2O എന്നാണ് നമ്മൾ വാട്ടറിനെ വിളിക്കുന്നത്. അതിന്റെ രാസനാമതല്ലേ H2O. നോക്ക്, എത്ര ഹൈഡ്രജൻ തന്മാത്രയുണ്ട്? 2 ഹൈഡ്രജൻ തന്മാത്രയുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാ? 1 ഓക്സിജൻ തന്മാത്രയുണ്ട്. ഇതെല്ലാം എന്ത്? 2:1 ഒരു റേഷ്യോ അല്ലേ? അപ്പൊ അതോടെ കറക്റ്റ് ആവും. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:1 ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് റേഷ്യോ. ഇത് നമ്മൾ ഈസ്റ്റു എന്ന് വിളിക്കും. ഈസ്റ്റു എന്നാണ് പറയുന്നത്. റെഡി ആണല്ലോ? ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്, പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്, റേഷ്യോ. ഇനി അടുത്ത വർഷങ്ങൾ 9th സ്റ്റാൻഡേർഡ് നമുക്ക് പ്രൊപ്പോർഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലേക്കും എല്ലാ സ്റ്റാൻഡേർഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ റേഷ്യോയിലുള്ള പ്രോബ്ലംസ് ഇടയിലിടയിലേക്ക് കയറിയൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ എന്തിലേക്ക് കിടക്കണം? നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് കിടക്കണം. ഓക്കെ, മക്കളെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 134 134 ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ഇൻ എ റെഗുലർ പോളിഗൺ ദ റേഷ്യോ ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഈസ് 7:2. റെഡി? വാട്ട് ഈസ് ഈച്ച് ആംഗിൾ? ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു റെഗുലർ പോളിഗൺ. എന്താണ് പോളിഗൺ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, പോളിഗൺ എന്ന് പറഞ്ഞാൽ 3 or more സൈഡ്സ്, 3ഓ അതിലധികമോ വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ പോളിഗൺസ് വിളിക്കുക. 3rd ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് ആണ്, ചേഞ്ചിലില്ലാത്തതാണ്, മാറ്റില്ലാത്തതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? ആ സാധനം. ഇനി റെഗുലർ പോളിഗൺ ദ റേഷ്യോ ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഈസ് 7:2. ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിൾ അകക്കോൺ 7ഉം ഔട്ടർ ആംഗിൾ 2ഉം ആണ്. അതായത് 7:2. ഇന്നർ ആംഗിൾ ഈസ് ടു ഔട്ടർ ആംഗിൾ, ഇന്നർ ആംഗിൾ ഈസ് ടു ഔട്ടർ ആംഗിൾ എത്രയാണ്? 7:2. ഒരു അകത്തുള്ള കോണും ഒരു പുറത്തുള്ള കോണും.
വാട്ട് ഈസ് ഈച്ച് ആംഗിൾ, ആ എന്താണ് ഇന്നർ ആംഗിൾ എത്രയാണ് ഔട്ടർ ആംഗിൾ എത്രയാണ് കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്, ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ആൻസറിലേക്ക് വരണം? നമുക്കറിയാം 7 ആണ് ആ ഇന്നർ ആംഗിൾ, ഔട്ടർ ആംഗിൾ എന്താണ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ നോക്ക് 7x ഈസ് ടു 2x എന്ന് എഴുതി കൂടെ. ഇതിപ്പോ എന്താണ് ഇന്നർ ആംഗിൾ ആണ് മക്കളെ, ഇന്നർ ആംഗിൾ ഈസ് ടു ഇതെന്താണ് ഔട്ടർ ആംഗിൾ ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും പ്ലസ് ചെയ്തിട്ട് ഒരു അകക്കോണും ഒരു പുറം കോണും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 180 ഡിഗ്രി ആണ് അല്ലെ. ഒരു റെഗുലർ പെന്റഗൺ കേസ് നോക്ക്, ഒരു ഉള്ളിലുള്ള ആംഗിൾ എത്രയാണ് നമുക്ക് 108 ആണ്, ഒരു പുറത്തുള്ള ആംഗിൾ എത്രയാണ് 72 ആണ്. അത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് ആയിട്ടുണ്ടാവും 180 ഡിഗ്രി ആയിട്ടുണ്ട്. ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിൾ എടുക്കാം, ഒരു അകക്കോൺ എത്രയാണ് 60 ഡിഗ്രി ആണ്. ഇന്നർ ആംഗിൾ 60 ഡിഗ്രി ആവും, ഔട്ടർ ആംഗിൾ എന്തായിരിക്കും 120 ഡിഗ്രി ആണ്. ആ ഇന്നറും ഔട്ടറും കൂടി കൂട്ടി എന്താ വരിക 180 ഡിഗ്രി ആണ്. അപ്പൊ ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, 180 ഡിഗ്രി ആണ്. അത് വെച്ചിട്ടാണ് സാർ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നർ ആംഗിൾ നമുക്കറിയാം 7 ആണ്, ഔട്ടർ ആംഗിൾ 2 ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാം എന്താണ് 7:2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്നർ ആംഗിൾ എന്ത് എടുക്കുകയാണ് 7x എന്ന് എടുക്കുകയാണ്, ഔട്ടർ ആംഗിൾ 2x എന്ന് എടുക്കുകയാണ്. ബുദ്ധിമുട്ടില്ലല്ലോ, നോട്ടൊക്കെ നിങ്ങൾ എടുക്കും. ഓക്കെ, സോ ഞാൻ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാണ് 7x പ്ലസ് 2x രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് വരിക 180 ഡിഗ്രി. ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ 7x പ്ലസ് 2x എത്ര വരിക 9x ആണ്, പ്ലസ് എത്ര വരിക 180 ആണ്. എനിക്ക് എക്സിനോടെ വെച്ചൂടെ, ഈ ഇൻറ്റു 9 സമത്തിന്റെ അപ്പുറത്ത് പോലെ എന്താ അവിടെ ബൈ 9 ആവൂലേ, 180/9 ആൻസർ എന്താണ് വരിക അല്ലെ. 80 9 എത്ര ടൈംസ് ആവുക 2 ടൈംസ് ആണ്, ബാക്കിയുള്ള 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ എന്തെന്ന് കിട്ടി എനിക്ക് 20 എന്ന ആൻസർ കിട്ടി. എക്സ് ഈക്വൽ 20 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടൂല. ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ എനിക്ക് 7 × 20 എക്സിന്റെ വാല്യൂ കിട്ടി. 7 × 20 എത്ര വരിക 140 ഡിഗ്രി എന്ന് കിട്ടി. എന്ത് ഇന്നർ ആംഗിൾ. അതുപോലെ തന്നെ ഔട്ടർ ആംഗിൾ എനിക്ക് എന്ത് കിട്ടും പറഞ്ഞോളി, ഔട്ടർ ആംഗിൾ is equal to എന്താണ് 2 × 20 is equal എന്തായി 40 ഡിഗ്രി. മക്കളെ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 140 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ 180 ഡിഗ്രി ആയിട്ടുണ്ട്. റെഡി ആണല്ലോ. അപ്പൊ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടുണ്ട് വാട്ട് ഈസ് ഈച്ച് ആംഗിൾ എന്ന് ചോദിച്ചത്. ഓരോ ആംഗിൾ എത്രയാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് കൊടുക്കാം ഒരു ആംഗിൾ 140 ഡിഗ്രിയും മറ്റൊരു ഔട്ടർ ആംഗിൾ എത്രയാണ് 40 ഡിഗ്രിയും ആണ്. അത് രണ്ടും കൂടി 180 ആവുന്നുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്. ആ രൂപത്തിൽ അതായത് 140 40 ആയിട്ടുള്ള, അതായത് ഇന്നർ ആംഗിൾ 140 ഔട്ടർ ആംഗിൾ 40 ആയിട്ടുള്ള ആ ഒരു പോളിഗൺ ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിന്റെ എത്ര സൈഡ്സിന്റെ എത്ര സൈഡുള്ള ഷേപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഔട്ടർ ആംഗിളിന്റെ ടോട്ടൽ സം എത്രയാണ് 360 ഡിഗ്രി അല്ലേ. ഏത് പോളിഗൺ എടുക്കുകയാണ്, ഏത് പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ട്രയാംഗിളിന്റെ 3 സൈഡും നോക്ക് 3 സൈഡ് ഉണ്ട്. ആ 3 സൈഡിൽ 3 ഔട്ടർ ആംഗിൾ പുറത്തു വരില്ലേ. അതായത് ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണെങ്കിൽ 60 ആണ് ഉള്ളിൽ ഒരു ആംഗിൾ എങ്കിൽ പുറത്തുണ്ടാവും 120 ആവും, അതിന്റെ അപ്പുറത്ത് 120 ആവും, അതിന്റെ ഈ സൈഡിൽ 120 ആവും. 3 ആംഗിൾ കൂടി പ്ലസ് ചെയ്താൽ എന്ത് കിട്ടി 360 ഡിഗ്രി കിട്ടി. ഇനി സ്ക്വയർ എടുക്കാം 90 90 90 90 ഔട്ടറിൽ വരിക വായിലും കൂടി 360. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഔട്ടർ ആംഗിളിന്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സൈഡ്സ് കണ്ടുകൂടെ, നമ്പർ ഓഫ് സൈഡ്സ് എത്ര സൈഡ്സ് ഉണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ കഴിയും. എങ്ങനെ കാണാം, ഞാൻ n ഈക്വൽ ടു 360 ടോട്ടൽ സം. ഒരു പോളിഗൺ ടോട്ടൽ സം 360 ആണ്. അപ്പൊ 360 ഡിഗ്രി ആണ് ടോട്ടൽ സം. അപ്പൊ ട്രയാംഗിളിന്റെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, സൈഡ് കണ്ടുപിടിക്കണം. ട്രയാംഗിളിന്റെ സൈഡ്, ട്രയാംഗിൾ എനിക്ക് അറിയില്ല. അപ്പൊ ട്രയാംഗിളിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ 360 ഡിഗ്രിന്റെ എത്ര സൈഡ് ഉണ്ട് ട്രയാംഗിൾ, എത്രയാണ് അതിന്റെ ഔട്ടർ ആംഗിൾ സൈഡ് കണ്ടുപിടിക്കുന്നത്. സോറി, അപ്പൊ എത്രയാണ് ഒരു ട്രയാംഗിളിന്റെ ഔട്ടർ ആംഗിൾ, ഒരു ആംഗിൾ 120 അല്ലേ. അപ്പൊ എനിക്ക് 360 120 കൊണ്ടാണ് ഹരിച്ചാൽ എനിക്ക് 3 കിട്ടൂല ആൻസർ. അപ്പൊ ട്രയാംഗിൾ സൈഡ്. അതുപോലെ ഈ ഒരു ഷേപ്പിന്റെ ഔട്ടർ ആംഗിൾ എത്രയാണ് 40 ആണ്. അപ്പൊ എനിക്ക് 360 എന്ത് ചെയ്താൽ മതിയാടാ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ. നിങ്ങൾക്ക് ഏത് ഷേപ്പിന്റെ ഏത് പോളിഗണിന്റെയും സൈഡ് കിട്ടാൻ ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ കിട്ടിയാൽ മതി. ഔട്ടർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി
ഈച്ച് ഔട്ടർ ആംഗിളോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ. ഈ സീറോ ക്യാൻസൽ 36ൽ 4 എത്ര ടൈംസ് ആണ്? 9 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 9 ആണ് ഈ ഒരു പോളിഗന്റെ എന്താടാ സൈഡ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? റെഡി അല്ലേ? നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നീങ്ങിയാലോ? ഓക്കെ മക്കളെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 7:5 and there are 8 more girls than boys. How many girls and boys are there in this class? ഓക്കെ മക്കളെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 7:5 ആണ്. 7:5 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയ ഈ പ്രോബ്ലം? നമുക്ക് ബോയ്സിന്റെ എണ്ണത്തിനും ഗേൾസിന്റെ എണ്ണത്തിനും എടുക്കാം. ഇതിൽ പറഞ്ഞപ്പോൾ എടുക്കണം ക്വസ്റ്റ്യൻ ആദ്യം ഗേൾസ് പറഞ്ഞത്. അപ്പൊ ഗേൾസ് നമുക്ക് എന്തായിട്ട് എടുക്കണം? 7x ആയിട്ട് എടുക്കാം. റെഡി അല്ലേ? ബോയ്സ് നമുക്ക് എന്തെടുക്കാം? ബോയ്സിന് നമുക്ക് 5x ആയിട്ട് എടുക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് there are 8 more girls than boys. അതാണ് ഇമ്പോർട്ടന്റ്. എപ്പോഴും കണ്ടീഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് ഇവിടുത്തെ ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന്റെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കി, ഗേൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് ഗേൾസ് അല്ലെ, ഗേൾസിന്റെ എണ്ണം ബോയ്സിനേക്കാൾ 8 കൂടുതലാണ്. ബോയ്സിനാണ് 5x ആണ്, അതിനേക്കാൾ 8 കൂടുതലാണ്. റെഡി ആണല്ലോ? ഓക്കെ, നമുക്ക് ഗേൾസിന് 7x ആണ്, ബോയ്സിന് എന്താണ് 5x ആയിട്ടാണ് എടുത്തുള്ളത്. അപ്പൊ പറഞ്ഞ കാര്യം, ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് എഴുതി കൊടുക്കുക? റെഡി ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം മാത്സിൽ ഒരു ആൽജിബ്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. എക്സ് ടേമുകളൊക്കെ ഒരു സൈഡിലോട്ട്, നമ്പറുകളൊക്കെ മറ്റൊരു സൈഡിലോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. അതല്ല നമ്മുടെ മെത്തേഡ്. അപ്പൊ ഇവിടെ 7x ഉണ്ട്. അപ്പൊ ഈ പ്ലസ് 5x കിട്ടുമ്പോൾ എന്താവും? -5x ആവും. ഇസ് ഈക്വൽ ടു ആരായിട്ടുണ്ട്? 8. ഇനി 7x 5x മൈനസ് എന്താ വരിക? 2x എന്നാവും. 2x ഈക്വൽ എന്തായിട്ടുണ്ട്? 8 എന്നായിട്ടുണ്ട്. നമുക്ക് എക്സിന് മാത്രം ഇവിടെ നിർത്തിക്കൂടെ? ഇവിടെ 8 ഉണ്ട്. ഇൻറ്റു 2 അങ്ങോട്ട് പോയാൽ ബൈ 2 എന്നായിട്ടുണ്ട്. റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. റെഡി ആണോ? എക്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഗേൾസിന്റെ 7x-ലേക്ക് എക്സിലേക്ക് 2 കൊടുക്കാം, 5x-ലേക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ടാ? ബോയ്സിനും ഗേൾസിനും എണ്ണായി. ഗേൾസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞോ, അതായത് 7 × 4 എത്ര ആൻസർ? 28 ഗേൾസ് ആണ് ക്ലാസ്സിലുള്ളത്. ബോയ്സിലേക്ക് കൊടുക്കുകയാണെങ്കിലോ, ഞാൻ ജി എന്നിട്ടത് ഗേൾസ് ആണ്, ജി എന്നിട്ട് ബോയ്സ് ആണ്. 5 × എന്ത് കൊടുക്കാം? 4. ആൻസർ എന്ത് വന്നു? 20 എന്ന് വന്നു. നോക്ക്, നന്നായി ശ്രദ്ധിച്ചു നോക്ക്. ബോയ്സിന്റെ എണ്ണം എത്ര ആയിട്ടാണ് ക്ലാസ്സിൽ? 20 ആണ്. ഗേൾസിനാണ് 28 ആയിട്ട്. അപ്പൊ നമ്മൾ കണ്ടീഷൻ റെഡി അല്ലേ? ബോയ്സിനേക്കാൾ 8 കൂടുതലാണ് ആർക്ക്? ഗേൾസിന്. ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ മുഴുവൻ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് സെഷനിലെ 2 ക്വസ്റ്റ്യൻ ആണ് ചേർത്തുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കിൽ ചെയ്യാം, നോട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ മറ്റൊരു സെഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.